प्यारे बच्चों साले ऑनलाइन हिंदी क्लास में सबका स्वागत करता हूँ बच्चों ठीक है ना എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് ഈ വരുന്ന ഓണ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ മക്കളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷി ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ മക്കളും ശ്രദ്ധിച്ചോളൂ എന്താണ് നമുക്ക് ഈ വരുന്ന ഓണ പരീക്ഷയിൽ കാണാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളതാണ് മാഷി പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ മക്കളെ എന്താണ് ചോദ്യം ചടപ്പടിനെ നദീമേ കൂദ്കർ നടുക്കടക്കി ജാൻ ബച്ചായി അല്ലെ എന്താണ് ചടപ്പട് അല്ലെ ചടപ്പട് നദിയിൽ നദീമേം അല്ലെ നദിയിൽ എന്ത് ചെയ്തു കൂദ്കാർ അല്ലെ കൂദ്കാർ നിങ്ങളുടെ പാഠഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും കൂദ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിയിട്ട് അല്ലെ ചാടിയിട്ട് എന്ത് ചെയ്തു നടുക്കടുക്കി തന്റെ സഹോദരനായ നടുക്കടിനെ തന്റെ അനിയന്റെ എന്ത് രക്ഷിച്ചു ജീവൻ അല്ലെ ജാൻ ബച്ചായി ജീവൻ എന്ത് ചെയ്തു ജീവൻ രക്ഷിച്ചു അപ്പൊ ചടപ്പടെ നദിയിൽ ചാടിയിട്ട് തന്റെ സഹോദരന്റെ ജീവൻ രക്ഷിച്ചു നമ്മോട് പറയുന്നുണ്ട് മാൻലേ മനസ്സിലാക്കൂ അല്ലെ മനസ്സിലാക്കൂ എന്ന് പറയുന്നുണ്ട് മനസ്സിലാക്കൂ എന്താ മനസ്സിലാക്കേണ്ടത് ഇസ് പർ സ്കൂൾ മേ ബദായി സമാരോഹ് ഹോ രഹാ ഹേ അല്ലെ ബദായി സമാരോഹ് എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബദായി സമാരോഹ് എന്ന് പറഞ്ഞാൽ അഭിനന്ദന പരിപാടി അഭിനന്ദന പ്രോഗ്രാം അല്ലെ അഭിനന്ദന പ്രോഗ്രാം അല്ലെ അല്ലെങ്കിൽ പരിപാടി എന്നൊക്കെ നമുക്ക് പറയാം അതെന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ഹോരഹാഹെ അല്ലെ നടക്കുന്നു അപ്പൊ ഇതിലേക്ക് എന്ത് വേണം ഇസ്കേലിയെ പോസ്റ്റർ തയ്യാർ കരേ ഇതിന് വേണ്ടിയുള്ള ഒരു പോസ്റ്റർ തയ്യാർ കരേ ഒരു പോസ്റ്റർ എന്ത് ചെയ്യണം തയ്യാർ കരേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം തയ്യാറാക്കണം അല്ലെ ഒരു പോസ്റ്റർ എന്ത് ചെയ്യണം തയ്യാറാക്കണം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ 100% ഈ വരുന്ന ഓണ പരീക്ഷയിൽ ചോദിക്കും എന്റെ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ അപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്തിയാൽ 4 മാർക്ക് ഷുവർ ആയിട്ട് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ നമുക്ക് നോക്കിയാലോ എത്തരത്തിൽ അത് ഉണ്ടാക്കാം എന്നുള്ളത് ആ പോസ്റ്റർ നോക്കൂ മക്കളെ ഇത്തരത്തിൽ സിമ്പിളായി എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 4 മാർക്കാണ് അല്ലെ അപ്പൊ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താ നല്ല അടിപൊളിയായിട്ടൊരു ബോർഡർ വരയ്ക്കുക അല്ലെ ആ ബോർഡർ വരക്കൽ നിർബന്ധം അല്ലെ ബോർഡർ വരക്കാതെ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ കഴിയില്ല അടിപൊളിയായിട്ടുള്ള പോസ്റ്റർ ഇതേപോലെ ഉണ്ടാക്കണം കുറഞ്ഞ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടതേ ഉള്ളൂ അല്ലെ അപ്പൊ നമുക്ക് ഇത്തരത്തിൽ എഴുതാം നദി മേ കൂദ്കർ നടുക്കടക്കി ജാൻ ബച്ചായി ചടപ്പടുക്കോ അല്ലെ നദിയിൽ ചാടിയിട്ട് തന്റെ അനിയനായ നടുക്കടിനെ രക്ഷിച്ചത് കൊണ്ട് ഗുരുജനോം ഓർ സഹപാഠിയോം അധ്യാപകരുടെയും അതേപോലെ ആരുടെയും സഹപാഠിയും എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെയും അഭിനന്ദനം അല്ലെ അപ്പൊ നദീമേ കൂദ്കർ നടുക്കടക്കി ജാൻ ബച്ചായി അല്ലെ നദിയിൽ കൂദ്കർ ചാടിയിട്ട് നടുക്കടിന്റെ ജീവൻ രക്ഷിച്ച ചടപ്പടിനെ എന്ത് പറഞ്ഞു ഗുരുജനോം ഓർ സഹപാഠിയോം അധ്യാപകരുടെയും അതേപോലെ സഹപാഠികളുടെയും കൂട്ടുകാരുടെയും എന്തുണ്ട് അഭിനന്ദനം അല്ലെ അഭിനന്ദനം അഭിനന്ദൻ എന്ന് പറഞ്ഞാൽ അഭിനന്ദനാണ് ഇതിൽ നമ്മൾ പുതുതായിട്ട് ഒരു വരിയും എടുത്ത് എഴുതിയിട്ടില്ല മക്കളെ ഇത് നമ്മളെ ചോദ്യ പേപ്പറിൽ ഉള്ളതാണ് നദീമേ കൂദ്കർ നടുക്കടക്കി ജാൻ ബച്ചായെ ചടപ്പടുക്കോ അല്ലെ അത് കഴിഞ്ഞിട്ട് ഗുരുജനോം ഓർ സഹപാഠിയോം ഇതാണ് നമ്മൾ എടുത്തത് അധ്യാപകരുടെയും കൂട്ടുകാരുടെയും അഭിനന്ദൻ ഇത് രണ്ടും നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ചെറിയ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാ അത് നമ്മൾ എഴുതി ഇനി എന്താണ് നമ്മൾ സംഘടിപ്പിച്ച പരിപാടി എന്ത് പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത് ബദായി സമാരോഹ് അല്ലെ അഭിനന്ദന പ്രോഗ്രാം അതും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അഭിനന്ദന പ്രോഗ്രാം സിമ്പിൾ ആയിട്ട് നമ്മൾ അത് എഴുതിയോ അത് കുറച്ച് ഫോണ്ടൊക്കെ ഒന്ന് വലുതാക്കി നല്ല സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കാണിക്കുക പിന്നെ ഏത് പോസ്റ്ററിനും ഒരു പരിപാടിയുടെ സമയം ഉണ്ടാകും ഡേറ്റ് ഉണ്ടാകും സ്ഥലം ഉണ്ടാകും അതാണ് നമ്മൾ എഴുതേണ്ടത് അതേതാണ് മക്കളെ അതേതാണ് 10 ജൂൺ 2024 അല്ലെ അത് നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും കൊടുക്കുക ഇന്ന ഡേറ്റിൽ നടത്തണം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും ചോദ്യ പേപ്പറിൽ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റ് കൊടുക്കാം അത് നമ്മൾ 10 ജൂൺ 2024 കൊടുത്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം ഒരു സമയം കൊടുക്കണം
സവേരെ 10 ബജേ. സവേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയാണ്. രാവിലെ എത്ര മണി? 10 മണി. അത് 9 ആകാം അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്കൂളിലാണ്. അപ്പൊ സ്കൂളിന്റെ പേര് GUP സ്കൂൾ. മാസ്റ്റർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേര് ഏതാ? ആ സ്കൂൾ എവിടെയാണോ? കാലിക്കറ്റ് ആണ് കാലിക്കറ്റ്, മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, ഏതായിക്കോട്ടെ നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് ആ സ്കൂളിന് ഒരു പേരുണ്ടാകും. അത് നിങ്ങൾ ഇവിടെ മാച്ച് ഡാഷ് കൊടുത്ത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പൂർത്തീകരിക്കുക അല്ലേ? അപ്പം ഡേറ്റ് കൊടുത്തു, സമയം കൊടുത്തു, സ്ഥലം കൊടുത്തു. എന്നിട്ട് ഏതൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കണമെങ്കിലും അവസാനമായിട്ട് നമ്മൾ ഇത്തരത്തിൽ കൊടുക്കുന്നു, സബ്കാ സ്വാഗത്, ഓൾ ആർ വെൽക്കം, സബ്കാ സ്വാഗത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അല്ലെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ. ഓൾ ആർ വെൽക്കം അല്ലെ, ഓൾ ആർ വെൽക്കം. ഏത് പോസ്റ്റർ ചോദിക്കുകയാണെങ്കിലും എന്റെ മക്കൾ അവസാനം എല്ലാവരെയും ക്ഷണിക്കണം പരിപാടിയിലേക്ക് അല്ലെ. പരിപാടിയിലേക്ക് ആൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത്. ആ പോസ്റ്റർ കണ്ടിട്ട് എല്ലാവരും വരണം. അതിന് അവസാനമായി നമ്മൾ ഇങ്ങനെ കൊടുക്കണം, സബ്കാ സ്വാഗത് അല്ലെ, ഓൾ ആർ വെൽക്കം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. സെറ്റ് അല്ലേ? റെഡി അല്ലടാ? ഇത്തരത്തിൽ എന്റെ മക്കൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ വരുന്ന ഓണപരീക്ഷയിൽ എന്റെ മക്കളെ കാത്തിരിക്കുന്നു 4 മാർക്ക് അല്ലെ, 4 മാർക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ സെറ്റ് ആയിട്ട് ഇത് ഇനി എന്റെ മക്കൾ മറക്കുമോ? അപ്പൊ ചട്പടോർ നടക്കട എന്നുള്ള പാഠഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ചോദിക്കും. ഈ പോസ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കണം. ചെറിയ മാറ്റങ്ങൾ വന്നാൽ പോലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്നും ക്യാച്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് കഴിയുന്ന വാക്കുകൾ ഇതിലുണ്ട്. അതെന്റെ മക്കൾ മറക്കാനും പാടില്ല. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇത്തരത്തിലൊരു പോസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നിങ്ങൾ എഴുതൂലടാ. അതിന്റെ 4 മാർക്ക് എന്റെ മക്കൾ നേടൂലേ? സെറ്റ് അല്ലടാ? റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലുള്ള വീഡിയോയുമായിട്ട് മാഷ് വീണ്ടും വരും. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.